മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. രാവിലെ 5 മണി ഞാൻ നിങ്ങളുടെ എഫേർട്ടിനെ സല്യൂട്ട് ചെയ്യുന്നു. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ, നിങ്ങൾ ഒരുപാട് സമയം ഇതിന്റെ പുറകിൽ ഇരിക്കുന്നുണ്ടോ അല്ല, മറിച്ച് രാവിലെ 5 മണിക്ക് എണീറ്റ് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള നിങ്ങളുടെ ഈ എഫേർട്ട് ഉണ്ടല്ലോ, ഈ മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. സൂപ്പർ. വലിയ വലിയ ലക്ഷ്യങ്ങളെ ചേസ് ചെയ്യുന്നവർക്ക് വേണ്ട ഫസ്റ്റ് ക്വാളിറ്റി ഡെഡിക്കേഷൻ ആണ്. ഒരു തീരുമാനമെടുത്താൽ ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് പഠിത്തം തുടങ്ങും. ആ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സ്, ആ മനസ്സാണ് ഒരാളെ ഏറ്റവും നന്നായിട്ട് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. ആ മനസ്സ് നിങ്ങൾക്കുണ്ട്, അത് അങ്ങറ്റം വരെ നിങ്ങൾ കൊണ്ടുപോവുക. ഉറപ്പായിട്ടും ഈ നിശ്ചയദാർഢ്യം നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കും. ഓക്കെ, ഇതാദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നാളെ മുതൽ രാവിലെ 5 മണിക്ക് ഞങ്ങളുടെ കൂടെ എണീറ്റോ. ഞങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല കോണ്ടന്റ് നോട്ട്സ് ബാക്കിയെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങളെ ജോലിയിലേക്ക് ഞങ്ങൾ കൈപിടിച്ച് കൊണ്ട് കയറ്റിയിരിക്കും. ഇത് ഞങ്ങളുടെ വാക്കാണ്. നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ റിസൾട്ട് ആണ്, അതാണ് പ്രൂവ് ചെയ്യുന്നത്. ഇത് വെറും വാക്കുകൊണ്ട് പറയുന്നതല്ല. RRB ജെഇക്ക് 55-ലധികം കുട്ടികളാണ് സെലക്ഷൻ കിട്ടിയത്. അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ടെസ്റ്റ് ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 150-ലധികം കുട്ടികൾ സൂപ്പർ നോട്ട്സിന്റെയാണ്. ആ റാങ്ക് ലിസ്റ്റിന്റെ 15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സൂപ്പർ നോട്ട്സ് ആണ്. അപ്പോ കൂടെ കൂടിക്കോ, വിജയം ഉറപ്പായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞ ടോപ്പിക്കാണ്. സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന ടോപ്പിക്കിന്റെ ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇത്രയും പഠിച്ചോ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, സോ ഭൂമിയുടെ ഘടനയാണ് നമ്മൾ നോക്കാൻ പോകുന്ന ഘടന. ഓക്കെ, അപ്പൊ ഭൂമിയുടെ ഉള്ളറകളുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയെ പ്രധാനമായിട്ട് 4 ലെയേഴ്സ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. SCERT സ്കൂൾ ടെക്സ്റ്റിനകത്ത് 4 എന്നാണ് കിടക്കുന്നത്. ചില ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 3 മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ആ 4 ലെയേഴ്സ് ഏതൊക്കെയാണ്? ഭൂമിയുടെ ഉള്ളറകളുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയെ പ്രധാനമായിട്ട് 4 പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ഈ കാണുന്ന ഇന്നർ കോർ ആണ്. ഇന്നർ കോർ അല്ലെങ്കിൽ അകക്കാമ്പ് എന്ന് നമുക്ക് പറയാം. ഏറ്റവും അകത്തുള്ള ഭൂമിയുടെ ഭാഗം ഇന്നർ കോർ. അതിന് പുറത്ത് ഔട്ടർ കോർ ആണ്. ഔട്ടർ കോറിന് പുറത്ത് മാന്റിൽ, അതിന് പുറത്ത് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് ആണ്. അങ്ങനെ ഭൂമിയുടെ ഉള്ളറകളുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയെ പ്രധാനമായിട്ട് 4 പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് അകക്കാമ്പ്, രണ്ടാമത്തേത് പുറക്കാമ്പ്, മൂന്നാമത്തേത് മാന്റിൽ, നാലാമത്തേത് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കമാണ്. ഓക്കെ, ഇവിടെ ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കോറ് മുതൽ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ചോടാം. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന കോറ് മുതൽ നമുക്ക് അങ്ങോട്ട് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഇവിടെ ആദ്യം ആരെ മാർക്ക് ചെയ്തു? കോറിനെ മാർക്ക് ചെയ്തു. അപ്പൊ അത് മാർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെറിയൊരു സെക്ഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഭൂമിയുടെ ഒരു കുഞ്ഞ് സെക്ഷൻ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഒരു ചെറിയ ഭാഗം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. സോ ഭൂമിയുടെ ഉള്ളറകളുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഭൂമിയെ പ്രധാനമായിട്ടും എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? 4 ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് 4 ഡിവിഷൻസ്? ഒന്നാമത്തേത് ഇവിടെ ഈ കാണുന്ന, മറ്റൊരു കളറിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഒന്നാമത്തേത് ഇവിടെ ഈ കാണുന്ന ഇന്നർ കോർ അല്ലെങ്കിൽ അകക്കാമ്പാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നോക്കി, ഇവിടെ ഇങ്ങനെ മേളില് ആര് കിടപ്പുണ്ട്? ഔട്ടർ കോർ അല്ലെങ്കിൽ പുറക്കാമ്പ് കിടപ്പുണ്ട്. അതിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇന്നർ കോറ്, പിന്നെ അത് കഴിഞ്ഞടുത്ത ഔട്ടർ കോറ്, ഇന്നർ കോറ്, ഔട്ടർ കോറ്. അത് കഴിഞ്ഞടുത്ത് ഇവിടെ ഈ കാണുന്നത് മാന്റിലാണ്, ഇവിടെ ഈ കാണുന്നത് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കമാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുന്നു. ക്ലിയർ അല്ലേ? കോറ്, മാന്റിൽ, ക്രസ്റ്റ്. ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോറാണ്. ഒന്ന് ശ്രദ്ധിച്ചോളേടാ. ആദ്യം ആരെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്? കോറിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ കോറിന്റെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ഭൂമിയുടെ ഏറ്റവും അകത്തുള്ള പാളി. ഭൂമിയുടെ ഏറ്റവും അകത്തുള്ള പാളി ആരാ? അത് കോർ അല്ലെങ്കിൽ കാമ്പാണ്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയില്ല. എന്താണ്? ഭൂമിയുടെ ഏറ്റവും അകത്തെയുള്ള പാളിയാണ് കോർ അല്ലെങ്കിൽ കാമ്പ്. ദെൻ കോറിലെ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 5000 ഡിഗ്രി സെൽഷ്യസ് ആണ് കോറിലെ ടെമ്പറേച്ചർ. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? 5000 ഡിഗ്രി സെൽഷ്യസ് ആണ് കോറിലെ ടെമ്പറേച്ചർ വരുന്നത്. എന്ന് വെച്ചാൽ സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗത്തിന്റെ ആ ടെമ്പറേച്ചർ ആണ് കോറിനുമുള്ളത്. 5000 ഡിഗ്രി സെൽഷ്യസ് ആണ് കോറിലെ ടെമ്പറേച്ചർ. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് മനസ്സിലാക്കുക, ഈ കോറ് എത്ര കിലോമീറ്റർ മുതൽ എത്ര കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു നോക്കിയിടാം. ഇവിടെ നമുക്ക് ലെങ്ത് ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ടത് 2900 കിലോമീറ്റർ ആണ്. സോ 2900 കിലോമീറ്റർ മുതൽ എർത്തിന്റെ സർഫസിൽ നിന്ന് 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ ആഴത്തിലാണ്. എർത്തിന്റെ സർഫസിൽ നിന്ന് 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ ആഴത്തിൽ, അതായത് എർത്തിന്റെ റേഡിയസ് വരെ 6371 കിലോമീറ്റർ വരെ ആഴത്തിലാണ് കോറ് വ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത പോയിന്റ് കിട്ടി. എർത്തിന്റെ സർഫസിൽ നിന്ന് 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ ആഴത്തിലാണ് കോറ് വ്യാപിച്ചിരിക്കുന്നത്. ദെൻ അടുത്ത പോയിന്റ് പിടിച്ചോ, ഏറ്റവും ഡെൻസിറ്റി കൂടുതൽ, ഏറ്റവും സാന്ദ്രത കൂടുതൽ ആർക്കാണ്?
കോറിനാണ്. ഏറ്റവും അധികം ഡെൻസിറ്റി കൂടുതലുള്ള ലെയർ, ഏറ്റവും അധികം സാന്ദ്രത കൂടുതലുള്ള ഭൂമിയിലെ പാളിയും ഏത് തന്നെയാണത്? ഇന്നർ കോർ ആണ്, അല്ലെങ്കിൽ കോർ ആണ്. ഓക്കെ, ഏറ്റവും സാന്ദ്രത. അത് കഴിഞ്ഞ് നെക്സ്റ്റ്, ഈ ഇന്നർ കോർ സ്ഥിതി ചെയ്യുന്നത് ഒരു സോളിഡ് സ്റ്റേറ്റിലാണ്. ഇന്നർ കോർ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അകക്കാമ്പ് എങ്ങനെ സ്ഥിതി ചെയ്യുന്നു? ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു, സോളിഡ് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്നത്? റീസൺ എത്രയുള്ള, ബാക്കി ചുറ്റുപാടുമുള്ള എല്ലാ ലെയേഴ്സും കൊടുക്കുന്ന പ്രഷർ എങ്ങോട്ടാണ് വരുന്നത്? ഇന്നർ കോറിലേക്കാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മോളിക്യൂൾസ് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. മോളിക്യൂൾസ് ക്ലോസ്ലി പാക്ഡ് ആണെങ്കിൽ അത് ഏത് അവസ്ഥയിലാണത്? സോളിഡ് സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ ഖരാവസ്ഥയിലാണ്. അപ്പൊ ഇന്നർ കോർ സ്ഥിതി ചെയ്യുന്ന സോളിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഔട്ടർ കോർ സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ടെമ്പറേച്ചർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഔട്ടർ കോർ സ്ഥിതി ചെയ്യുന്നത് മോൾട്ടൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലാണ് ഔട്ടർ കോർ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്നർ കോർ സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ്, ഔട്ടർ കോർ സ്ഥിതി ചെയ്യുന്നത് മോൾട്ടൺ സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഇതാ പിടിച്ചോ. നിക്കലും ഫെറസും കൊണ്ടാണ് കോർ നിർമ്മിച്ചിരിക്കുന്നത്. എങ്ങനെ കോർ നിർമ്മിച്ചിരിക്കുന്നത്? കോർ നിർമ്മിച്ചിരിക്കുന്നത് നിക്കലും ഫെറസും കൊണ്ടാണ് കോർ നിർമ്മിച്ചിരിക്കുന്നത്. നിക്കലും ഇരുമ്പും കൊണ്ടാണ് കോർ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിഫെ എന്നൊക്കെ അറിയപ്പെടുന്നു. കോറിനെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? നിഫെ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. നിഫെ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന മൂലകം, ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും അധികം, ഭൂമിയുടെ മാസിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന എലമെന്റ് അത് ഫെറസ് ആണ് കേട്ടോ. അപ്പൊ കോർ നിർമ്മിച്ചിരിക്കുന്നത് നിക്കലും ഫെറസും കൊണ്ടാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ആരാണത്? ഇരുമ്പാണ്. ഇനി നെക്സ്റ്റ്, ഈ ഇന്നർ കോറിനെയും ഔട്ടർ കോറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ ബൗണ്ടറി അറിയപ്പെടുന്ന പേരാണ്, ഇന്നർ കോറിനെയും ഔട്ടർ കോറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ ബൗണ്ടറി അറിയപ്പെടുന്ന പേരാണ് ലേ മാൻ വിച്ഛിന്നത, അല്ലെങ്കിൽ ലേ മാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്നൊക്കെ അറിയപ്പെടുന്നു. അങ്ങനെ ഇന്നർ കോറിനെയും ഔട്ടർ കോറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറിയാണ് ലേ മാൻ ഡിസ്കണ്ടിന്യൂറ്റി. ലേ മാൻ ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ലേ മാൻ വിച്ഛിന്നത. സെറ്റ് അല്ലേ? ഇത്രയുമാണ് കോറിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. പതുക്കെ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. നമുക്കിങ്ങനെ പറഞ്ഞു പഠിക്കാം. ഈ പറഞ്ഞു പഠിക്കുമ്പോൾ പിന്നെ ഒരിക്കലും മറക്കത്തില്ല. അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ ആഴത്തിലാണ് കോറ് വ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും സാന്ദ്രത കൂടുതലുള്ളത് കോറിനാണ്. അത് കഴിഞ്ഞാൽ കോറിലെ ടെമ്പറേച്ചർ 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോറിനെ ഇന്നർ കോറെന്നും ഔട്ടർ കോറെന്നുമായിട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അകക്കാമ്പെന്നും പുറക്കാമ്പെന്നുമായിട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഇന്നർ കോർ സ്ഥിതി ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്, ഖരാവസ്ഥയിലാണ്. ഔട്ടർ കോർ സ്ഥിതി ചെയ്യുന്നത് മോൾട്ടൺ സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലാണ്. ഇന്നർ കോറിനെയും ഔട്ടർ കോറിനെയും നമ്മൾ വേർതിരിക്കുന്ന ബൗണ്ടറിയാണ് ലേമാൻ വിച്ഛിന്നത. നിക്കലും ഫെറസും കൊണ്ടാണ് കോർ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫെ എന്നറിയപ്പെടുന്നു. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് കോറാണ്. അത് കഴിഞ്ഞ് നേരെ നമുക്ക് മാന്റിലേക്ക് പോവാം. മാന്റിലിന് മലയാളം മാന്റിൽ എന്ന് തന്നെയാണ് പറയുന്നത്. സോ മാന്റിൽ നോക്കുകയാണെങ്കിൽ മാന്റിലിന്റെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. എർത്തിന്റെ സർഫസിൽ നിന്ന് 2900 കിലോമീറ്റർ വരെ ആഴത്തിലാണ് മാന്റിൽ വ്യാപിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 2900 കിലോമീറ്റർ വരെ ആഴത്തിലാണ് മാന്റിൽ വ്യാപിച്ചിരിക്കുന്നത്. സോ മാന്റിലിന്റെ പ്രത്യേകത ഇതാണ്. ഏറ്റവും കനം കൂടുതൽ അനുഭവപ്പെടുന്നത് മാന്റിലാണ്. എന്ന് വെച്ചപ്പോ നമ്മൾ നോക്കും, അതെങ്ങനെ ശരിയാവും? കൂടുതൽ തിക്നെസ് വരേണ്ടത് ആർക്കല്ലേ? കോറിനല്ലേ വരേണ്ടത്. അപ്പൊ കനം കൂടുതൽ കോറിനല്ലേ? അപ്പൊ നിങ്ങൾ ഈ ലെയർ ഒന്ന് നോക്കി നോക്കി. എടാ, കോറ് താഴെപ്പടത ഇത്രയും മാത്രമേ ഉള്ളൂ. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും അതിന്റെ വലിപ്പം കുറഞ്ഞാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോറ് ചെറുതല്ലേ? പക്ഷെ മാന്റിൽ അങ്ങനെയാണോ? അല്ല, മാന്റിൽ വളരെ വലുതാണ്. സോ ഏറ്റവും കനം കൂടുതൽ അനുഭവപ്പെടുന്നത് മാന്റിലാണ്. ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കനം കൂടുതൽ എവിടെ അനുഭവപ്പെടുന്നു? മാന്റിലാണ്. ഏറ്റവും കനം കൂടുതലുള്ള ഭൂമിയിലെ പാളി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണത്? മാന്റിലാണ്. അത് കഴിഞ്ഞ് മാന്റിലെ ടെമ്പറേച്ചർ 1000 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3700 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മാന്റിലെ ടെമ്പറേച്ചർ വരുന്നത്. മാന്റിലെ ടെമ്പറേച്ചർ എത്ര? 1000 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3700 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മാന്റിലെ ടെമ്പറേച്ചർ വരുന്നത്. അതായത് താഴേക്ക് പോകുന്നതോറും ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എവിടെയായിരിക്കും? കോറിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് മനസ്സിലാക്കുക. ഈ മാന്റിലിനെയും പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. മാന്റിലിനെയും പ്രധാനമായിട്ടും എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ലോവർ മാന്റിൽ അല്ലെങ്കിൽ അധോ മാന്റിൽ എന്ന് പറയാം. സോ ഒന്നാമത് ഈ കാണുന്നത് ലോവർ മാന്റിൽ അല്ലെങ്കിൽ അധോ മാന്റിൽ ആണ്. മാന്റിലിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ലോവർ മാന്റിൽ അല്ലെങ്കിൽ അധോ മാന്റിൽ,
രണ്ടാമത്തേത് ഔട്ടർ മാൻഡിൽ അല്ലെങ്കിൽ അപ്പർ മാൻഡിൽ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ലോവർ മാൻഡിലും രണ്ടാമത്തേത് അപ്പർ മാൻഡിൽ. അപ്പർ മാൻഡിൽ അല്ലെങ്കിൽ അതിന്റെ മലയാളം വന്നിട്ട് ഉപരി മാൻഡിൽ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ മാൻഡിലിനെയും പ്രധാനമായിട്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു, ലോവർ മാൻഡിൽ പിന്നെ അപ്പർ മാൻഡിൽ. ഇതിൽ മനസ്സിലാക്കുക, ലോവർ മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത് ടെമ്പറേച്ചർ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ലോവർ മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണ്? മോൾട്ടൺ സ്റ്റേറ്റിലാണ്, ഉരുകിയ അവസ്ഥയിലാണ്. മേലിലോട്ട് വരുന്നതോറും ടെമ്പറേച്ചർ കുറയാ ചെയ്യുന്നത്. സോ അപ്പർ മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഖരാവസ്ഥയിലാണ് അപ്പർ മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലോവർ മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത് ഉരുകിയ അവസ്ഥയിലും അപ്പർ മാൻഡിൽ സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി രണ്ട് ഡിസ്കണ്ടിന്യൂറ്റി ഇതാ പിടിച്ചോ. മാൻഡിലിനെയും കോറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറി അല്ലെങ്കിൽ കോറിനെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ ബൗണ്ടറി അറിയപ്പെടുന്ന പേരാണ്, കോറിനെയും മാൻഡിലിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഈ ബൗണ്ടറി അറിയപ്പെടുന്ന പേരാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത അല്ലെങ്കിൽ ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്നൊക്കെ നമുക്ക് പറയാം. സോ ഔട്ടർ കോറിനെ മാൻഡിലിനെ നമ്മൾ വേർതിരിക്കുന്ന ബൗണ്ടറി, ഒരിക്കൽ കൂടെ ഔട്ടർ കോറിനെ മാൻഡിലിനെ നമ്മൾ വേർതിരിക്കുന്ന ബൗണ്ടറിയാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഓൾഡ് ഹാം ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് പറയാം. ഓക്കെ, ഗുട്ടൻബർഗ് വിച്ഛിന്നത. ഒരിക്കൽ കൂടെ മാറിപ്പോരുത്. ഇന്നർ കോറിനെയും ഔട്ടർ കോറിനെ നമ്മൾ വേർതിരിക്കുന്ന ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി ആണ്, എന്നാൽ കോറിനെ മാൻഡിലിനെ നമ്മൾ വേർതിരിക്കുന്നത് ആരാണ്? ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പോയിന്റ് ദാ പിടിച്ചോടാം. ഇനി നോക്കി, ഈ അപ്പർ മാൻഡിലിനെയും ക്രസ്റ്റിനെയും ചേർത്ത്, അപ്പർ മാൻഡിലിനെയും ക്രസ്റ്റിനെയും ചേർത്താണ് നമ്മൾ പറയുന്നത് ഈ അപ്പർ മാൻഡിലിനെ ഇതാ ഇത്രയും ഭാഗം നോക്കി, അപ്പർ മാൻഡിലിനെയും ക്രസ്റ്റിനെയും ചേർത്താണ് നമ്മൾ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ സ്ഥലമണ്ഡലം അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പൊ എന്താണ് എന്താണ് സ്ഥലമണ്ഡലം അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അപ്പർ മാൻഡിലിനെയും ക്രസ്റ്റിനെയും ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പൊ ഒരിക്കൽ കൂടെ ലിത്തോസ്ഫിയർ, അപ്പർ മാൻഡിലിനെയും ക്രസ്റ്റിനെയും ചേർത്ത് നമുക്ക് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയാം. സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ് ലിത്തോസ്ഫിയർ നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ പ്രദേശമാണ് ലിത്തോസ്ഫിയർ. ഇനി ഈ ലിത്തോസ്ഫിയറിന് താഴെയുള്ള അർദ്ധദ്രാവകാവസ്ഥയിലുള്ള ഈ പ്രദേശം അറിയപ്പെടുന്ന പേര്, ലിത്തോസ്ഫിയറിന് താഴെയുള്ള ഒരു സെമി ലിക്വിഡ് ഫോമിലുള്ള അർദ്ധദ്രാവകാവസ്ഥയിലുള്ള ഈ ഭാഗം അറിയപ്പെടുന്ന പേരാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. സോ ലിത്തോസ്ഫിയറിന് താഴെയുള്ള അർദ്ധദ്രാവകാവസ്ഥയിലുള്ള ഈ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഈ അസ്തനോസ്ഫിയറിന്റെ പ്രത്യേകത, അഗ്നിപർവ്വതത്തിന്റെ ലാവ പുറത്തേക്ക് വരുന്നത് അസ്തനോസ്ഫിയറിൽ നിന്നാണ്. അഗ്നിപർവ്വതത്തിന്റെ ലാവ എവിടെ നിന്ന് പുറത്തേക്ക് വരുന്നു? അസ്തനോസ്ഫിയറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പൊ ഒരിക്കൽ കൂടെ അപ്പർ മാൻഡിലിനെയും ക്രസ്റ്റിനെയും ചേർത്താണ് നമ്മൾ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ലിത്തോസ്ഫിയറിന് താഴെയുള്ള അർദ്ധദ്രാവകാവസ്ഥയിലുള്ള പ്രദേശമാണ് അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വതത്തിന്റെ ലാവ പുറത്തേക്ക് വരുന്നത് അസ്തനോസ്ഫിയറിൽ നിന്നാണ്. ഓക്കെയാണ്. ഈ അസ്തനോസ്ഫിയർ അപ്പർ മാൻഡിലിന്റെ ഭാഗമാണ്. അസ്തനോസ്ഫിയർ ആരുടെ ഭാഗമാണ്? അപ്പർ മാൻഡിലിന്റെ ഭാഗമാണ്. ഇനി അത് കഴിഞ്ഞ അപ്പർ മാൻഡിലിനെയും ക്രസ്റ്റിനെ നമ്മൾ വേർതിരിക്കുന്ന ഈ ബൗണ്ടറി അറിയപ്പെടുന്ന പേരാണ്, അപ്പർ മാൻഡിലിനെയും ക്രസ്റ്റിനെയും നമ്മൾ വേർതിരിക്കുന്ന ഈ ബൗണ്ടറിയാണ് മൊഹറോ വിസിക് ഡിസ്കണ്ടിന്യൂറ്റി. മൊഹറോ വിസിക് വിച്ഛിന്നത. അപ്പർ മാൻഡിലിനെയും ക്രസ്റ്റിനെ നമ്മൾ വേർതിരിക്കുന്ന ബൗണ്ടറി അറിയപ്പെടുന്ന പേരാണ് മൊഹറോ വിസിക് ഡിസ്കണ്ടിന്യൂറ്റി. മൊഹറോ വിസിക് ഡിസ്കണ്ടിന്യൂറ്റി കണ്ടെത്തിയത് ക്രൊയേഷ്യക്കാരനായ ആന്റിഗ മൊഹറോവിസിക് ആണ് ഇത് കണ്ടെത്തിയത്. ആരാ കണ്ടെത്തിയത്? ക്രൊയേഷ്യക്കാരനായ ആന്റിഗ മൊഹറോവിസിക് ആണ് ഇത് കണ്ടെത്തിയത്. 1909 ഇങ്ങനെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരിക്കലൂടെ ഇന്നർ കോറിനെയും ഔട്ടർ കോറിനെയും നമ്മൾ വേർതിരിക്കുന്ന ബൗണ്ടറി ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി. അത് കഴിഞ്ഞ ഔട്ടർ കോറിനെ ലോവർ മാൻഡിലിനെ നമ്മൾ വേർതിരിക്കുന്ന ബൗണ്ടറി ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കോറിനെ മാൻഡിലിനെ നമ്മൾ വേർതിരിക്കുന്ന ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ഇനി മാൻഡിലിനെയും ക്രസ്റ്റിനെ നമ്മൾ വേർതിരിക്കുന്ന ബൗണ്ടറി അറിയപ്പെടുന്ന പേരാണ് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ഒരു പോയിന്റ് കൂടെ പിടിച്ചോ. ലോവർ മാൻഡിലിനെയും അപ്പർ മാൻഡിലിനെ നമ്മൾ വേർതിരിക്കുന്ന ഈ ബൗണ്ടറി അറിയപ്പെടുന്ന പേരാണ് റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, എന്താണ് റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി? ലോവർ മാൻഡിലിനെ അപ്പർ മാൻഡിലിനെ നമ്മൾ വേർതിരിക്കുന്ന ബൗണ്ടറിയാണ് റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി. 4 ഡിസ്കണ്ടിന്യൂറ്റി നമ്മൾ പഠിച്ചു. ഒന്ന്, ഇന്നർ കോറിനെയും ഔട്ടർ കോറിനെയും നമ്മൾ വേർതിരിക്കുന്നത് ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി. ഓർത്തിരിക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം. എല്ലാം ആരംഭിക്കുന്നത് മനുഷ്യനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സോ മാൻ ഡിസ്കണ്ടിന്യൂറ്റി, ലേമാൻ ഡിസ്കണ്ടിന്യൂറ്റി. അത് കഴിഞ്ഞ കോറിനെയും മാൻഡിലിനെ നമ്മൾ വേർതിരിക്കുന്ന ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി. ലോവർ മാൻഡിലിനെയും അപ്പർ മാൻഡിലിനെ നമ്മൾ വേർതിരിക്കുന്ന റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി. ദെൻ മാൻഡിലിനെയും ക്രസ്റ്റിനെ നമ്മൾ വേർതിരിക്കുന്ന മൊഹറോ വിസിക് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, സെറ്റ് ആണ്.
അപ്പോൾ ഇത്രയുമാണ് മാന്റില് പഠിക്കാനുള്ളത്. എന്തൊക്കെ പ്രത്യേകത? എർത്തിന്റെ സർഫസിൽ നിന്ന് 2900 കിലോമീറ്റർ വരെ ആഴത്തിലാണ് മാന്റിൽ വ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും കനം കൂടുതലുള്ള പാളി മാന്റിലാണ്. മാന്റിലെ ടെമ്പറേച്ചർ 1000 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3700 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മാന്റിലെ ടെമ്പറേച്ചർ വരുന്നത്. ദെൻ മാന്റിലിനെ രണ്ടായി തിരിച്ചിരിക്കുന്നു: ലോവർ മാന്റിൽ, അപ്പർ മാന്റിൽ. ലോവർ മാന്റിൽ സ്ഥിതി ചെയ്യുന്നത് മോൾട്ടൺ സ്റ്റേറ്റിലാണ്. അപ്പർ മാന്റിൽ സ്ഥിതി ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. ലോവർ മാന്റിലിനെയും അപ്പർ മാന്റിലിനെയും നമ്മൾ വേർതിരിക്കുന്ന ബൗണ്ടറിയാണ് റെപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി. മാന്റിലിനെ ക്രസ്റ്റിനെ നമ്മൾ വേർതിരിക്കുന്ന ബൗണ്ടറിയാണ് മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി. ഒരിക്കൽ കൂടെ, അപ്പർ മാന്റിലിനെ ക്രസ്റ്റിനെയും ചേർത്താണ് നമ്മൾ ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം അല്ലെങ്കിൽ സ്ഥലമണ്ഡലം എന്ന് പറയുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമാണ് ലിത്തോസ്ഫിയർ. സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ടാണ് ലിത്തോസ്ഫിയർ നിർമ്മിച്ചിരിക്കുന്നത്. ലിത്തോസ്ഫിയറിന് താഴെയുള്ള അർദ്ധദ്രാവകാവസ്ഥയിലുള്ള ഈ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ അപ്പർ മാന്റിലിന്റെ ഭാഗമാണ്. ദെൻ അടുത്ത് ഓർത്തിരിക്കുക, അഗ്നിപർവ്വതത്തിന്റെ ലാവ പുറത്തേക്ക് വരുന്നത് എവിടെ നിന്നാണ്? അസ്തനോസ്ഫിയറിൽ നിന്നാണ് വരുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞ് നേരെ നമുക്ക് എങ്ങോട്ട് പോവാം? ക്രസ്റ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ ഭൂവൽക്കത്തിലേക്ക് പോവാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കമാണ്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, ഒന്ന് ശ്രദ്ധിച്ചോടാ, ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ആരാണ്? ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയുടെ പുറന്തോട് അല്ലെങ്കിൽ ഔട്ടർ സ്കിൻ ഓഫ് എർത്ത് എന്നൊക്കെ അറിയപ്പെടുന്നത്, ഭൂമിയുടെ പുറന്തോടെന്ന് ഔട്ടർ സ്കിൻ ഓഫ് എർത്ത് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ക്രസ്റ്റ് ആണ്. അപ്പൊ ഒരിക്കൽ കൂടെ, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി, ഭൂമിയുടെ പുറന്തോട്, ഔട്ടർ സ്കിൻ ഓഫ് എർത്ത് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ഏറ്റവും കനം കുറഞ്ഞ പാളി ഏതാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കനം കുറഞ്ഞ പാളി അതും ആര് തന്നെയാണ്? അതും ക്രസ്റ്റ് തന്നെയാണ്. ഏറ്റവും കനം കുറഞ്ഞ പാളി ക്രസ്റ്റ് ആണ്. ഏതാണ്ട് എർത്തിന്റെ സർഫസിൽ നിന്ന് 5 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ ആഴത്തിൽ, 5 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ ആഴത്തിലാണ് ആര് വ്യാപിച്ചിരിക്കുന്നത്? ക്രസ്റ്റ് വ്യാപിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 5 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ ആഴത്തിലാണ് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം വ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാന്റിലൊക്കെ ആണെങ്കിൽ എർത്തിന്റെ സർഫസിൽ നിന്ന് 2900 കിലോമീറ്റർ വരെ ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്നു. കോറാണെങ്കിലും 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെ ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ക്രസ്റ്റ് നോക്കുകയാണെങ്കിലോ, പാവപ്പെട്ടവൻ 5 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ ആഴത്തിലാണ് എർത്തിന്റെ സർഫസിൽ നിന്ന് ക്രസ്റ്റ് വ്യാപിച്ചിരിക്കുന്നത്. സോ ഏറ്റവും കനം കുറഞ്ഞ പാളി ആരാണത്? ക്രസ്റ്റ് ആണ്. മാത്രമല്ല, താഴേക്ക് പോകുന്തോറുമാണ് സാന്ദ്രത കൂടുന്നത്, അല്ലെ? താഴേക്ക് പോകുന്തോറും ചുറ്റുപാടുമുള്ള ലെയേഴ്സ് മൊത്തം പ്രഷർ കൊടുത്ത് അവിടെ ഡെൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ഏറ്റവും മെയിനിൽ വരുമ്പോൾ ഡെൻസിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. സോ ഏറ്റവും സാന്ദ്രത കുറഞ്ഞ പാളി ഏതാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ പാളിയും ഏത് തന്നെയാണത്? ക്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഭൂവൽക്കമാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ്, നമുക്ക് ഈ ക്രസ്റ്റിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ക്രസ്റ്റിനെ പ്രധാനമായിട്ടും എത്രയായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും? രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. എടാ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രധാനമായിട്ടും രണ്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് കര, രണ്ടാമത്തേത് കടലാണ്. അതേപോലെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വൻകര ഭൂവൽക്കമല്ല എങ്കിൽ, കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയാം. വൻകര ഭൂവൽക്കം അല്ലെങ്കിൽ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ഞാൻ CC എന്നിട്ടേക്ക് എന്താണ്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ്. രണ്ടാമത്തേത് കടൽത്തറ ഭൂവൽക്കം അല്ലെങ്കിൽ ഓഷ്യാനിക് ക്രസ്റ്റ് ആണ്. കടൽത്തറ ഭൂവൽക്കം അല്ലെങ്കിൽ ഓഷ്യാനിക് ക്രസ്റ്റ്. അങ്ങനെ ക്രസ്റ്റിനെ പ്രധാനമായിട്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഒന്ന് വൻകര ഭൂവൽക്കം, രണ്ടാമത്തേത് കടൽത്തറ ഭൂവൽക്കം. വൻകര ഭൂവൽക്കം എന്നും കടൽത്തറ ഭൂവൽക്കം എന്നും മറ്റേ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി മനസ്സിലാക്കാം, ഈ വൻകര ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കയും അലുമിനിയം കൊണ്ടാണ്. വൻകര ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്? സിലിക്കയും അലുമിനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൻകര ഭൂവൽക്കത്തെ സിയാൽ മണ്ഡലം എന്നും വിശേഷിപ്പിക്കുന്നു. സോ സിലിക്കയും അലുമിനിയം കൊണ്ടാണ് വൻകര ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൻകര ഭൂവൽക്കത്തെ എന്തെന്നറിയപ്പെടുന്നു? സിയാൽ മണ്ഡലം എന്ന് അറിയപ്പെടുന്നു. സിയാൽ മണ്ഡലം. കാരണം എന്താ? സിലിക്കയും അലുമിനിയം കൊണ്ടാണ് വൻകര ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ കടൽത്തറ ഭൂവൽക്കം നോക്കുകയാണെങ്കിൽ, കടൽത്തറ ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കയും മഗ്നീഷ്യം കൊണ്ടാണ്. സിലിക്കയും മഗ്നീഷ്യം കൊണ്ടാണ് കടൽത്തറ ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സിമാമണ്ഡലം എന്നും വിശേഷിപ്പിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ വൻകര ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കയും അലുമിനിയം കൊണ്ടാണ്. സോ സിയാൽ മണ്ഡലം എന്നറിയപ്പെടുന്നു. എന്നാൽ കടൽത്തറ ഭൂവൽക്കം നിർമ്മിച്ചിരിക്കുന്നത് സിലിക്കയും മഗ്നീഷ്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സിമാമണ്ഡലം എന്ന് വിശേഷിപ്പിക്കുന്നു. അടുത്ത പോയിന്റ് ഇതാ പിടിച്ചോടാം. സിയാലിനെയും സിമയും തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറി അറിയപ്പെടുന്ന പേരാണ്. കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. സിയാലിനെയും സിമയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഒരിക്കൽ കൂടെ, സിയാലിനെയും സിമയും തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറിയാണ് കോൺറാഡ് വിച്ഛിന്നത. സിയാലിനെയും സിമയും തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറിയാണ് കോൺറാഡ്
ഡിസ്കണ്ടിന്യൂറ്റി, കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പൊ ഡിസ്കണ്ടിന്യൂറ്റീസ് എന്ന് പറഞ്ഞേ, ഒന്ന് ഇന്നർ കോറിനെയും ഔട്ടർ കോറിനെയും നമ്മൾ വേർതിരിക്കുന്നത് ലെയ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി, ഔട്ടർ കോറിനെയും ലോവർ മാന്റിലിനെ നമ്മൾ വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി, ലോവർ മാന്റിലിനെയും അപ്പർ മാന്റിലിനെയും നമ്മൾ വേർതിരിക്കുന്നത് റെപ്പിറ്റി ഡിസ്കണ്ടിന്യൂറ്റി, മാന്റിലിനെയും ക്രസ്റ്റിനെ നമ്മൾ വേർതിരിക്കുന്നത് മൊഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി, ദെൻ സിയാലിനെയും സിമയെ നമ്മൾ വേർതിരിക്കുന്നത് എന്താണ്? സിയാലിനെയും സിമയെ നമ്മൾ വേർതിരിക്കുന്നത് കോൺറാഡ് ഡിസ്കണ്ടിന്യൂറ്റി. സെറ്റ് ആണ്. ആ ഡിസ്കണ്ടിന്യൂറ്റി മൊത്തം നിങ്ങൾ പഠിച്ചു. ഇവിടെ കടൽത്തറ ഭൂവൽക്കം ഏതാണ്ട് 5 കിലോമീറ്റർ മുതൽ 30 കിലോമീറ്റർ വരെ ആഴത്തില്, ദെൻ വൻകര ഭൂവൽക്കം വന്നിട്ട് ഏതാണ്ട് 50 കിലോമീറ്റർ മുതൽ 70 കിലോമീറ്റർ വരെ ആഴത്തിലുമാണ് വൻകര ഭൂവൽക്കം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏറ്റവും കനം കുറഞ്ഞ പാളി, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ പാളി, അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആൻസർ ആരാണത്? ക്രസ്റ്റ് ആണ്. ഇനി ഈ ക്രസ്റ്റിൽ അല്ലെങ്കിൽ ഭൂവൽക്കത്തിൽ ഓരോ 32 മീറ്റർ താഴേക്ക് പോകുന്തോറും 32 മീറ്റർ താഴേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കൂടുന്നു. ഓർത്തിരിക്കുക, ഭൂവൽക്കത്തിൽ ഓരോ 32 മീറ്റർ താഴേക്ക് പോകുന്തോറും താപനില 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കൂടിക്കൊണ്ടിരിക്കും. ആ പോയിന്റ് കൊണ്ടൊന്ന് പഠിച്ചു വെച്ചോ. ഭൂവൽക്കത്തിൽ ഓരോ 32 മീറ്റർ താഴേക്ക് പോകുന്തോറും താപനില 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കൂടിക്കൊണ്ടിരിക്കും. സെറ്റാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പോയിന്റ് ദാ പിടിച്ചോടാം. ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് ഒരു കാരണവശാലും നിങ്ങൾ തെറ്റരുത്. അതായത് ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ആരാണെന്ന് ചോദിച്ചാൽ, ക്രസ്റ്റിൽ ഏറ്റവും അധികമുള്ള മൂലകം ആരാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും മനസ്സിനകത്ത് അലുമിനിയം ഒന്നും എഴുതി വെക്കരുത്. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഓക്സിജൻ ആണ്. അതായത് ഭൂവൽക്കത്തിന്റെ 46.6% ഓക്സിജൻ ആണ്. അപ്പൊ ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഓക്സിജൻ, 46.6% ഓക്സിജൻ ആണ്. രണ്ടാം സ്ഥാനം സിലിക്കൺ. രണ്ടാം സ്ഥാനം ആരാണ്? സിലിക്കൺ. 27.7% സിലിക്കൺ ആണ്. സോ ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഓക്സിജൻ 46.6%, രണ്ടാം സ്ഥാനം സിലിക്കൺ 27.7% സിലിക്കൺ ആണ്. ഓക്കെ, then അത് കഴിഞ്ഞ ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമുള്ള ലോഹം ആരാണെന്ന് ചോദിച്ചാൽ അലുമിനിയം ആണ്. 8.3% അലുമിനിയം ആണ്. ഓക്കെ, സോ തെറ്റരുതേ മക്കളെ, ഭൂവൽക്കത്തിലാണ്, ഭൂവൽക്കത്തിൽ അല്ലാതെ ഭൂമിയിലല്ല, ഏറ്റവും പുറമുള്ള ലെയറിലാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, സോ ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഓക്സിജൻ, രണ്ടാം സ്ഥാനം സിലിക്കൺ. എന്നാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമുള്ള ലോഹം ആരാണ് എന്ന് ചോദിച്ചാൽ ആൻസർ അലുമിനിയം ആണ്. 8.3% അലുമിനിയം ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമുള്ള ലോഹം അലുമിനിയം ആണ്. ഓക്കെ, ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമുള്ള ഉപലോഹം ആരാണെന്ന് ചോദിച്ചാൽ അത് സിലിക്കൺ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമുള്ള ഉപലോഹം സിലിക്കൺ ഒരു ഉപലോഹമാണ്. സോ ഭൂവൽക്കത്തിൽ ഏറ്റവും അധികമുള്ള ഉപലോഹം സിലിക്കൺ ആണ്. സെറ്റാണ്. ഇനി ഈ സാന്ദ്രതയും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. സാന്ദ്രത, അതായത് ഫസ്റ്റ് ഏറ്റവും പുറമെ ആരാണ് കിടക്കുന്നത്? ക്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഭൂവൽക്കമാണ്. സോ ക്രസ്റ്റിലെ സാന്ദ്രത 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബാണ്. ക്രസ്റ്റിലെ സാന്ദ്രത എത്രയാണ്? 2.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബാണ് ക്രസ്റ്റിലെ സാന്ദ്രത വരുന്നത്. അതിന് താഴെ, ക്രസ്റ്റിന് താഴെ ആര് കിടപ്പുണ്ട്? അപ്പർ മാന്റിൽ കിടപ്പുണ്ട്. ഓക്കെ, അപ്പർ മാന്റിൽ അല്ലെങ്കിൽ ഉപരി മാന്റിൽ. ഈ ഉപരി മാന്റിലിന്റെ സാന്ദ്രത 2.9 to 3.3 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. 2.9 to 3.3 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് അപ്പർ മാന്റിലിന്റെ സാന്ദ്രത വരുന്നത്. അതിനുശേഷം താഴെ വരുന്നത് ലോവർ മാന്റിലാണ്. ഈ ലോവർ മാന്റിലിന്റെ സാന്ദ്രത വരുന്നത് 3.3 to 5.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. 3.3 to 5.7 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് ലോവർ മാന്റിലെ സാന്ദ്രത വരുന്നത്. ഇനി അതിന് താഴെ ആര് കിടപ്പുണ്ട്? അതിന് താഴെ നമ്മുടെ ഔട്ടർ കോർ കിടപ്പുണ്ട്. ഈ ഔട്ടർ കോറിന്റെ സാന്ദ്രത 9.9 to 12.2 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് ഔട്ടർ കോറിന്റെ സാന്ദ്രത വരുന്നത്. ഡിഗ്രിക്കൊക്കെ പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഡെൻസിറ്റി മാത്സ് ഫോളോയിങ്ങിൽ വന്നിട്ടുണ്ട്. സോ പഠിച്ചു പോവുക. ഔട്ടർ കോറിന്റെ സാന്ദ്രത 9.9 to 12.2 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. അത് കഴിഞ്ഞ് ഏറ്റവും സാന്ദ്രത കൂടുതൽ ആർക്കാണ്? ഇന്നർ കോറിനാണ്. ഇന്നർ കോറിന്റെ സാന്ദ്രത 12.6 to 13 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. 12.6 to 13 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് ഇന്നർ കോറിന്റെ സാന്ദ്രത വരുന്നത്. ഇതിന്റെ എല്ലാം ആവറേജ് നോക്കുകയാണെങ്കിൽ 5.4 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് എന്ന് വരും. ഇതാണ് എർത്തിന്റെ സാന്ദ്രതയായിട്ട് വരുന്നത്. സോ ഭൂമിയുടെ സാന്ദ്രത എത്രയാണ്? 5.4 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഇതിന്റെ എല്ലാം ആവറേജ് ആണ് 5.4 ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആയിട്ട് വരുന്നു. ഇത്രയും ഡെൻസിറ്റിയും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. അപ്പോ നമ്മൾ ഓർക്കേണ്ട പോയിന്റ്, എർത്തിന്റെ സർഫസിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ത് ചെയ്യുന്നു? കൂടുന്നു. എർത്തിന്റെ സർഫസിൽ നിന്ന് താഴേക്ക് വരുന്തോറും, മേലിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കൂടുന്നു.
അത് കഴിഞ്ഞ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചറും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. മേളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ടെമ്പറേച്ചറും കൂടുന്നുണ്ട്. ക്രസ്റ്റിലാണെങ്കിൽ ഓരോ 32 മീറ്റർ താഴേക്ക് വരുന്തോറും ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? ആണ്. അതിനുശേഷം ഗ്രാവിറ്റി നോക്കുകയാണെങ്കിൽ, ഗുരുത്വാകർഷണം നോക്കുകയാണെങ്കിൽ, ഗ്രാവിറ്റി നോക്കുകയാണെങ്കിൽ മേലിൽ നിന്ന് താഴേക്ക് വരുന്തോറും എന്താ ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. എർത്തിന്റെ സർഫസിൽ നിന്നും താഴേക്ക് വരുന്തോറും ഗ്രാവിറ്റി കുറയുന്നു, ഗുരുത്വാകർഷണം കുറയുന്നു. കാരണം ഒരു കാന്തം പൊട്ടിച്ച് താഴേക്ക് പോയാൽ പിന്നെ അതിന് ശക്തിയുണ്ടോ? ഇല്ല. സോ ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പൊ ഇത്രയും പോയിന്റ്സ് പഠിച്ചു വെച്ചോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്ട്രക്ചർ ഓഫ് എർത്തിലെ ഫുൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. എത്ര സമയം നമ്മൾ ഇത്രയും റിപ്പീറ്റ് ചെയ്തിട്ട് എത്ര സമയം എടുത്തായിരുന്നു? വെറും 25 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ 25 മിനിറ്റ് കൊണ്ട് സ്ട്രക്ചർ ഓഫ് എർത്ത് ഭംഗിയായിട്ട് പഠിച്ചു. ഇപ്പൊ സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു പ്രത്യേകത ഇതാണ്. അതായത് നമ്മൾ ഉള്ള സമയത്തെ ഏറ്റവും നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യും. അല്ലാതെ ഒരുപാട് ബാക്കി കഥകളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തെ കൊണ്ട് കളയത്തില്ല. നമ്മളിലേക്ക് വരുന്ന ഓരോ കുട്ടിയുടെയും സമയത്തെ നമ്മൾ ഏറ്റവും വില മതിക്കുന്നുണ്ട്. സമയമാണ് ഏറ്റവും വലുത്. കാര്യം ആരാണ് ഒരു ഓൺലൈൻ ബാച്ച് ചൂസ് ചെയ്യുന്നത്? ഒരു ഓൺലൈൻ ബാച്ച് ചൂസ് ചെയ്യുന്നത് ഉറപ്പായിട്ടും സമയമില്ലാത്ത ഒരാളായിരിക്കും. ജോലിക്ക് പോകുന്നവനായിരിക്കാം, കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ബാക്കി ഒരു കോഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ PSC ജോലി അല്ലെങ്കിൽ പഠിച്ച ജോലിയും കൂടെ മേടിക്കണം, ആ ലക്ഷ്യബോധമുള്ളവരായിരിക്കാം ഉറപ്പായിട്ടും ഒരു ഓൺലൈൻ ബാച്ചിലേക്ക് വരുന്നത്. സോ നമ്മൾ നിങ്ങളുടെ സമയത്തെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള ഒരു PDF കൂടെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ എല്ലാ ബാച്ചിലും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. ഒരു ഫാക്കൽറ്റി ക്ലാസ്സിനകത്ത് എന്തൊക്കെ പറയുന്നോ ആ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF ആണ് നമ്മുടെ എല്ലാ ബാച്ചിലും പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു നോട്ട് കണ്ട് എഴുതാൻ നിന്നാൽ നിങ്ങൾ ഒരുപാട് സമയം അവിടെ പോയി കിട്ടും. ഇതിന്റെ ഒരു 10 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടെ സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു മാർക്ക് പുറത്തു പോകത്തില്ല. ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ മറ്റൊരു സെഷനിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. ബാക്കിയുള്ള സമയം കളയണ്ട, പോയിരുന്ന് പഠിച്ചോ. രാവിലെ നിങ്ങൾക്ക് ഒരു ഗുഡ് സ്റ്റാർട്ട് കിട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത 5 ക്ലബിൽ കാണാം. താങ്ക് യു.